നിസ്കാരത്തിന്റെ വിഷയം എടുത്തു പറഞ്ഞതുകൊണ്ട് അത് പ്രത്യേകം പറഞ്ഞതാണ്. ആ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ ചെറുപ്പക്കാരെ, നമുക്കൊക്കെ വേണ്ടി ഒരു ഉപദേശം ഹഫ്സ ബിൻത് സീരീൻ റളിയല്ലാഹു അൻഹ നടത്തുന്നുണ്ട്. എപ്പോഴും ചെറുപ്പക്കാരെ വിളിച്ച് പറയാറുണ്ട്, യാ മാശറ ശബാബ്, ഓ ചെറുപ്പക്കാരെ, ഖുദൂ മിൻ അൻഫുസികും വഅൻതും ശബാബ്, യുവത്വം നിലനിൽക്കുന്ന കാലത്ത് നിങ്ങൾക്ക് വേണ്ട സമ്പാദ്യങ്ങളൊക്കെ സമ്പാദിച്ചു വെച്ചോ. ഞാൻ എന്റെ ജീവിതത്തിൽ അമലിന്റെ മഹത്വം മനസ്സിലാക്കിയത് യുവത്വ കാലത്താണ്. അതുകൊണ്ട് 15 മുതൽ 40 വരെയുള്ള ആ നിർണായക കാലഘട്ടമില്ലേ, അന്ന് കൂടുതൽ രസിച്ചും ചിരിച്ചും കളിച്ചും തീർക്കാൻ നോക്കണ്ട. സ്വന്തത്തിന് വേണ്ടി ഒരുപാട് അധ്വാനങ്ങൾ അന്ന് ഉണ്ടാക്കി വെച്ചോ. പുറമെ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയട്ടെ, മദീനത്തെ പള്ളിയിൽ മാത്രം കിടന്നുറങ്ങിയിരുന്നൊരു ചെറുപ്പക്കാരനുണ്ട്. വിവാഹം കഴിക്കുന്നത് വരെ മദീനത്തെ പള്ളിയിലായിരുന്നു ഉറങ്ങിയിരുന്നത്. ആരാന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പൊന്നോമന മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. മദീനത്തെ പള്ളിയിലായിരുന്നു വിവാഹം കഴിക്കണവരെ ഉറങ്ങാറ്. രാത്രി അവിടെ കറന്നുറങ്ങും. സുബൈന്റെ ഏമാത്ത് പോകൂലല്ലോ. സുബൈന്റെ മുമ്പ് തന്നെ പള്ളിയിലെത്തിപ്പോകും ആളുകള്. അപ്പൊ എണീറ്റ് വുളു എടുത്ത് സുബൈന്റെ ജമാഅത്തിൽ അവിടെ കഴിഞ്ഞ് നബിതങ്ങളെ ഇൽമിന്റെ മജ്‌ലിസും കഴിഞ്ഞങ്ങ് പിരിഞ്ഞു പോകാലോ. ഒരേലിപ്പോ പോയി കടന്നോളന്നില്ല, അവിടെ കൊണ്ടുകളൊന്നുമില്ലല്ലോ. ഇവിടെ കടന്നാൽ മതിയല്ലോ, മരുഭൂമിയിൽ അവിടെ കടന്നാൽ മതിയല്ലോ. ആ പള്ളിയിലാകുമ്പോ ജമാഅത്തിന് കറക്റ്റ് കിട്ടുമല്ലോ. സൊഫിൽ നേരത്തെ കൂടുതൽ ആള് വരുമ്പോ സൊഫ് കിട്ടാതായി പോകണ്ടെന്ന് എഴുതിയിട്ട് അവിടെ കിടക്കും. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ച ശൈലി കണ്ടില്ലേ നിങ്ങൾ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ എപ്പോഴും നബി തങ്ങളെ ഹദ്റത്തിൽ ഇങ്ങനെ സദസ്സിൽ സംബന്ധിക്കുമ്പോൾ മനസ്സിൽ എപ്പോഴും നല്ലൊരു സന്തോഷം. പടച്ചോനെ, എത്ര ആൾക്കാരാണ് നല്ല സ്വപ്നം കണ്ട് ഇവിടെ പറയണത്. ഓരോരുത്തരും കണ്ട സ്വപ്നം ഇങ്ങനെ സുബൈന്റെ ശേഷമുള്ള സദസ്സിൽ പറയും. അപ്പൊ നബിതങ്ങൾ അതിന്റെ താബീർ വ്യാഖ്യാനം പറയണം. ആ വ്യാഖ്യാനം ഇനി തിരുത്താല്ലോ. ആ വ്യാഖ്യാനം പറഞ്ഞ അങ്ങനെ തന്നെയല്ലേ. അത് നിങ്ങള് നാളെ ആഖിറത്തിൽ സ്വർഗത്തില് വലിയ കുപ്പായോട്ട് നടക്കുന്നതാണ് ആ കണ്ടതിന് അർത്ഥം. നിനക്ക് നല്ല നല്ല റിസൾട്ട് കേൾക്കുമ്പോ ഈ ചെറുപ്പക്കാരനായ സ്വഹാബിക്കുന്നു, ഞാനും ഒരു സ്വപ്നം കണ്ടെങ്കിൽ എന്നാ ഇവിടെ വന്നങ്ങ് പറയാ, എന്റെ വാപ്പയും എന്റെ എളാപ്പയും എന്റെ മൂത്താപ്പയും മറ്റു മഹാന്മാരൊക്കെ ഇരിക്കുന്ന സദസ്സിൽ നല്ല റിസൾട്ട് കിട്ടിയാൽ എന്തൊരു സന്തോഷ. എന്നും ഇങ്ങനെ ആഗ്രഹിക്കും, പടച്ചോനെ ഞാൻ എന്തൊരു സ്വപ്നം കാണാത്തത്. നമ്മൾ കണ്ട സ്വപ്നം ആരോടും പറയാക്കലാ നല്ലത്. അത് നേരെ വെലങ്ങിനായിരിക്കും. ദുസ്വപ്നങ്ങൾ ആരോടും പറയാതിരിക്കാൻ നല്ലത്. അത് നമ്മളെ കുറിച്ച് തിരിച്ചു മനസ്സിലാക്കാനൊരു കാരണമാകുമല്ലോ. നല്ലൊരു സ്വപ്നം കണ്ടെങ്കിൽ എന്ന് മഹാനവറുകൾ ഇങ്ങനെ ആഗ്രഹിക്കാൻ. അങ്ങനെ ആഗ്രഹിച്ച് ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു രാത്രി. സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ കാണാം. കെട്ടുകഥ പറയല്ലേ. എന്താ സ്വപ്നം കണ്ടത്? മഹാനവറുകൾ അങ്ങനെ കിടക്കുമ്പോ 2 ആൾക്കാർ വന്ന് പിടിച്ച് എണീറ്റ് കൊണ്ടുപോയി. പിടിച്ച് എണീറ്റിട്ട് എനിക്ക് തോന്നിയത് 2 മലക്കളാണ് കൊണ്ടുപോകുന്നതെന്ന്. എന്റെ കൈയും പിടിച്ച് കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്തെത്തിയിട്ട് എന്നോട് താഴോട്ട് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോ അതിന് ചുറ്റും കെട്ടൊക്കെ ഉണ്ട്. ഒരു കിണർ പോലെ തന്നെയാണ് തോന്നുന്നത് എനിക്ക്. ഞാൻ അതിലേക്ക് ഇങ്ങനെ എത്തി നോക്കുമ്പോ പടച്ചോനെ, അതിൽ കുറെ മനുഷ്യന്മാര് കത്തുന്നതാ ഞാൻ കാണുന്നത്. ആ കിണറ്റിന്റെ ഉള്ളിൽ കുറെ ആളുകളുണ്ട്. പലരും എനിക്ക് പരിചയമുണ്ട്. അവരൊക്കെ ഇങ്ങനെ കത്തുകയാണ്. അപ്പൊ ഞാൻ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അഊദു ബില്ലാഹി മിനന്നാർ, ഇത് നരകാണല്ലോ റബ്ബേ, ഞാൻ കാണുന്ന നരകത്തിൽ നിന്ന് തന്നെ നീ കാക്കണേന്ന് ഞാൻ ദ്വാരുന്നപ്പോ വേറൊരു മലക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, ലം തുറാഴ്, നിങ്ങൾ പേടിക്കണ്ട. ഇപ്പൊ അർച്ചിലോട് ഞാൻ ഞെട്ടി ഉണരും ചെയ്ത്. ഇത് കണ്ടിട്ട് ഞാനങ്ങ് ഞെട്ടി ഉണർന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചു, പടച്ചോനെ, ഇതിപ്പോ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പറഞ്ഞാല് ഞാനായി കണ്ടതൊക്കെ നരകാണെന്നും നിങ്ങൾ ആ നരകത്ത് പോകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ എന്റെ കാര്യം പോയില്ലേ. അതുകൊണ്ട് ഇത് ആ സദസ്സിൽ പറയണ്ട. അബ്ദുല്ലാഹി ഉമർ തങ്ങൾ ചിന്തിച്ചു, ഇത് ആ സദസ്സിൽ നിലക്കും ഞാൻ പറയണം. ഇത് പതുക്കെ പെങ്ങളോട് പോയിട്ട് പറയാം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമല്ലോ. ഇബ്നു ഉമർ തങ്ങൾ ഒരു പെങ്ങളുണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യയായിട്ട്, ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോള്. അപ്പൊ പെങ്ങളോട് പോയിട്ട് ഞാനിത് പറഞ്ഞു, പിന്നെ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു. എന്നാ ഇനി നബി തങ്ങൾ ഇവിടെ വരിക? ഇന്ന ദിവസം വരും. അന്ന് ഇതിന്റെ വ്യാഖ്യാനം ചോദിക്കണം. ഇത് അവിടെ പറയാൻ എനിക്കൊരു പേടി. എന്താണെന്ന് വ്യാഖ്യാനം ചോദിക്കണം.
ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ ഈ വിഷയങ്ങൾ അങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നന്നായി ഉണർത്താൻ ഒരു ഉപദേശം, എന്തൊരു സൗന്ദര്യമുള്ള ഉപദേശം. നിഅ്മർ റജുലു അബ്ദുല്ലാഹി എന്ന ചെറുപ്പക്കാരനില്ലേ, നല്ല ചെറുപ്പക്കാരനാണ്, നല്ല കുട്ടിയാണ്, നല്ല യുവാവാണ്. ലൗ കാന യുസല്ലി ബില്ലൈൽ, ഒരു കാര്യം കൂടി ഉണ്ടെങ്കിൽ 100% രാത്രി നിസ്കാരം ഒന്ന് പതിവാക്കിയിരുന്നെങ്കിൽ, തഹജ്ജുദ് നിസ്കാരം ഒന്ന് നിലനിർത്തിയിരുന്നെങ്കിൽ ആള് ഏറ്റവും നല്ല മഹാനാകുമായിരുന്നു. അതേ തഹജ്ജുദ് നിസ്കാരത്തിന് ഒരു കുറവുണ്ട് എന്ന് സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിൽ കിട്ടിയപ്പോ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഫകാന ബഅദു ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീലാ, പിന്നെ രാത്രിയിൽ കുറഞ്ഞ നേരം ഉറങ്ങിയിട്ട് അതേ ശരീരത്തിന് ആരോഗ്യം നിലനിൽക്കാൻ ഒരു ഉറക്കം കൊടുത്തിട്ട് പിന്നെ നിസ്കാരം തന്നെ. കാരണം വ്യാഖ്യാനം കേട്ടുപോയല്ലോ, കണ്ടത് നരകം തന്നെയാണ്. ആ നരകം കാണാതെ, നരകം തൊടാതെ, നരകം മണക്കാതെ, നരകം നോക്കി ഭയക്കാതെ, ഹിസാബൊന്നും കൂടാതെ സ്വർഗത്തിലേക്ക് പോകുന്ന അവസാനത്തെ ടീമിന് അറിയുമോ? ആഖിറത്തിൽ വെച്ച് മലക്കുകൾ വിളിക്കുന്നൊരു വിളിയാളമുണ്ട്. ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഉ, എവിടെ രാത്രി കിടക്കുമ്പോ ശരീരത്തിന് പൂർണ്ണ സുഖം കൊടുക്കാതെ, ദേഹേച്ഛക്ക് പൂർണ്ണമായി വഴിപ്പെടാതെ, ഇണകളപ്പുറത്ത് സുബീവാ കൊടുത്തിട്ട് എണീറ്റാ മതി എന്ന് പറഞ്ഞപ്പോ അതും കേൾക്കാതെ, രാത്രി വൈകുന്നതിന്റെ മുമ്പ്, സുബിഹിയാകുന്നതിന്റെ മുമ്പ് ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ഉണർന്ന് എണീറ്റ് നിസ്കരിച്ച ആളുകൾ എവിടെ? തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഉ, കിടപ്പറകളിൽ നിന്ന് ഭാഗങ്ങൾ മാറ്റിവെച്ച് നിസ്കരിച്ച ആളുകൾ എവിടെ? ഈ ചോദ്യം വരുമ്പോ അപ്പോഴും കുറഞ്ഞ ആളുകൾ എഴുന്നേൽക്കും. തങ്ങൾ പറഞ്ഞു വഹും ഖലീൽ, അവർ കുറഞ്ഞ ആളുകളെ ഉള്ളൂ. പിന്നെ ഹിസാബ് അങ്ങ് നടക്കുകയാ, പിന്നെ ഹിസാബിന് വിളംബരപ്പെടുത്തുകയാണ്. ഇവരങ്ങ് പോകുന്നു, അവരോട് ചോദ്യമില്ല, അവരോട് ചോദിച്ചിട്ട് ഹലാക്കാകുന്നില്ല, ഉത്തരം കിട്ടാതെ വേർക്കുന്നില്ല, കുറെ ചിന്തിച്ച് വിഷമിക്കുന്നില്ല, ഒരു ചോദ്യവുമില്ലാതെ മലക്കുകളെ കയ്യും പിടിച്ച് സ്വർഗത്തിലേക്ക് അങ്ങ് എത്തിപ്പോയി. അങ്ങനത്തെ ഒരു ടീം ആഖിറത്തിലുണ്ട്. അവരാണ് അവസാനം ആ കൂട്ടത്തിൽപ്പെട്ട വിഭാഗം. കുറെ വിഭാഗങ്ങൾ അങ്ങനെ കടത്തിവിടും ഹിസാബില്ലാതെ. സഹോദരങ്ങളെ, അതിൽ അവസാനം ചോദിക്കുന്ന ഈ ഒരു ചോദ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ മാത്രമല്ല, റമളാൻ ഷരീഫിൽ മാത്രമല്ല, രാത്രി സമയത്ത് ഭക്ഷണത്തിന്റെ അളവ് കുറക്കണം. ഞാൻ അതുകൂടി ഇവിടെ പറയാതിരുന്ന ആ വിഷയം പൂർത്തിയാകൂല എന്ന് കരുതിയിട്ടാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ മുഈനുത്ത് തഹജ്ജുദ്, തഹജ്ജുദിനെ സഹായിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു, തഹജ്ജുദ് നിസ്കാരം കിട്ടാൻ ആഗ്രഹം മാത്രം പോരാ, അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. എന്താണ് ആ ഭാഗം? വയുഈനു തജ്ദീദുൽ വുളൂഇ വദിക്റുക, വയുഈനു തജ്ദീദുൽ വുളൂഇ വദിക്റുക ഖബ്ലൽ ഗുറൂബി മുസബ്ബിഹൻ മുസ്തഖ്ബിലാ വഇബാദത്തുൻ ബൈനൽ ഇശാ വൽ മഗ്രിബി തർകുൻ കലാമൻ ബഅദ ദാലിക ഗാഫിലാ. തഹജ്ജുദിന് സഹായകമാകുന്ന കാര്യങ്ങൾ: ഉറങ്ങുന്നതിന് മുമ്പ് ഒരു വുളു എടുക്കണം. വുളു ഉണ്ടെങ്കിലും തജ്ദീദുൽ വുളു, ഒരു വുളു പുതുക്കണം. ഇശാനെടുത്ത് ഉപ്പ് ഇശാസ്കരിച്ചിട്ടേ ഉള്ളൂ. എന്നാലും തജ്ദീദുൽ വുളു എന്ന് പറഞ്ഞാൽ വുളു ഉള്ളിനോട് കൂടെ എടുക്കണ വുളുവിനാ, വുളു പുതുക്കാന്നാ പറയാ. ഒരു വുളു എടുക്കണം, അത് വലിയൊരു സഹായമാണ്. ആ വുളു എടുക്കാതിരിക്കാൻ കഴിവിന്റെ പരമാവധി ശൈത്താൻ ശല്യം ചെയ്യും. നമ്മളെ ശരീരവും ശല്യം ചെയ്യും, നമ്മളെ പള്ള പ്രത്യേകിച്ച് ശല്യം ചെയ്യും. അതുകൊണ്ട് വുളു മറന്നു പോകരുത്. തജ്ദീദുൽ വുളൂഇ, ഉറങ്ങുന്നതിന് മുമ്പ് ഒറ്റ ദിവസവും വുളു എടുക്കാതെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയിട്ടില്ല. ചിലർ പല്ല് തേക്കും, കാരണം അടുത്ത് കിടക്കുന്ന ആള് താഴോട്ട് തള്ളിയിടാൻ വേണ്ടിയിട്ട് തൊള്ള വാസനിച്ചിട്ട്
അവിടെ പല്ല് തേച്ചാൽ മാത്രം പോരാ, ഉളു എടുക്കണം. കാമിലായ നിസ്കാരത്തിന് ഉളു എടുക്കുന്ന പോലെ ഉളുവൻ കഉളു ഇസ്സലാ, നിസ്കാരത്തിനെടുക്കുന്ന ഉളു പോലെ കാമിലായ ഒരു ഉളു, മിസ്വാക്കൊക്കെ ചെയ്തിട്ട് നല്ലൊരു ഉളു. അപ്പൊ ആൾക്കാർ ചിന്തിക്കുന്നു ഉസ്താദ് മുറിഞ്ഞു പോലെ, ആരും അടുത്ത് കിടക്കാതിരുന്നാലും ഉളു മുറിഞ്ഞു പോലെ. കാരണം അമ്മ അതിൽ ഉറക്കല്ലേ നമ്മൾ ഉറങ്ങുന്നത്, മുറിയോ ഇല്ലേ നോക്കിയിട്ടല്ലേ ഈ ഉളു. ഉളു സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ഇബാദത്ത് ഉണ്ടോ ഇല്ലേ നോക്കിയിട്ടാ ഒരു ഉളു. രണ്ടാമത് പറഞ്ഞത് മഗ്രിബിന്റെ മുമ്പ് ഖിബ്ലാക്ക് മുന്നിട്ടുകൊണ്ട് തസ്ബീഹ് ചൊല്ലുക, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. പള്ളിക്കല് ദർസുള്ള പള്ളിക്കുന്ന തസ്ബീഹ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ മഹാമടിയന്മാരാണ്, ഉള്ള പോലെ പറയാലോ, അതിന് വിഷമമൊന്നുമില്ലല്ലോ. അങ്ങാടിയിൽ നിൽക്കുന്ന നമ്മൾ പറയും തസ്ബീഹ് തുടങ്ങിയാണ്, എന്നാലും നമ്മൾ പോകില്ല. ബാങ്ക് കൊടുത്താൽ പറയും ബാങ്ക് കൊടുത്താണ്, എന്നാലും പോകില്ല. കാരണം ബാങ്ക് കൊടുത്ത് 2 റക്അത്ത് നിസ്കാരമുണ്ട്, ഇഖാമത്ത് കൊടുക്കുന്നുണ്ട്, അന്നാ ഞാൻ പോയി വെക്കാന്ന് പറയും. എന്തോ ഒരു മടിയാ. ഈ തസ്ബീഹ് പുറത്തേക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മളും വേഗം പോയി 5 മിനിറ്റ് എങ്കിലും ഖിബ്ലാക്ക് മുന്നിട്ടുകൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. പഴയ കാലത്തെ വല്യമ്മമാരൊക്കെ മഗ്രിബിന്റെ സമയമാകുന്ന 10 മിനിറ്റ് മുമ്പ് ഉളു എടുക്കും. ഉളു എടുത്തിട്ട് അവർ നിസ്കാരക്കുപ്പായം മാറ്റിയിട്ട് ഒരു 5 മിനിറ്റ് ഖിബ്ലാക്ക് മുന്നിട്ടിരുന്ന് തസ്ബീഹ് ചൊല്ലും. ഇന്നൊക്കെ അങ്ങനത്തെ ആളെ കണ്ടാല് പടച്ചോനെ ആ നാട്ടിൽ ജീവിക്കാനാ തോന്നുന്നത്. കാണണ്ട ഇനി അങ്ങനത്തെ ഒരാളെ. മഗ്രിബിന്റെ മുമ്പ് ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ തസ്ബീഹ് ചൊല്ലും. മുത്തഅല്ലിമീങ്ങൾ കണ്ടില്ല നിങ്ങൾ 10 മിനിറ്റ് ഒരു 100 തസ്ബീഹ് ചൊല്ലുന്ന ഉസ്താദുമാർ ലാസിമാക്കും. 10 മിനിറ്റ് അവർ തസ്ബീഹ് ചൊല്ലും. എന്താണ് ആ തസ്ബീഹിന്റെ ഒക്കെ ഒരു ഭംഗി? ആ നാടിന് തന്നെ വല്ലാത്തൊരു ഐശ്വര്യമാണ് ആ തസ്ബീഹിന്റെ ശബ്ദം. ഞാൻ നാളെ ഒരു യാത്ര പോകുമ്പോൾ സുബഹി നിസ്കരിക്കാൻ ഒരു പള്ളി കയറി. സുബഹിന്റെ കുറച്ച് മുമ്പാണ്, ഏതായാലും ഇനി കുറച്ചങ്ങോട്ട് ഓടിയാൽ ഇപ്പോൾ സുബഹി പള്ളി കിട്ടൂല, പള്ളി കണ്ടപ്പോൾ കയറിയതാണ്. മൂത്രയിച്ച് ഉദു കൊടുത്ത് നോക്കുമ്പോൾ സുബഹിന്റെ സുന്നത്ത് നിസ്കരിച്ചിട്ട് മുത്തഅല്ലിമീങ്ങൾ ഇങ്ങനെ തസ്ബീഹ് ചെല്ലുന്ന കണ്ടപ്പോൾ വല്ലാത്ത ഒരു സന്തോഷം. ആ തസ്ബീഹും കേട്ട് പരിസരത്തുള്ള ആൾക്കാരൊക്കെ പള്ളിയിലേക്ക് അങ്ങനെ വരികയാണ്. ഈ തസ്ബീഹ് ആരെ ശൈലിയാന്നറിയോ നിങ്ങൾക്ക്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബ ഈ 2 നേരവും തസ്ബീഹ് പതിവാക്കിയവരാണ്. സുബഹിന്റെ മുമ്പും, സുബഹി നിസ്കാരത്തിന്റെ മുമ്പും, അതുപോലെ തന്നെ മഗ്രിബ് നിസ്കാരത്തിന്റെ മുമ്പും. അതുകൊണ്ടാണ് ഖുർആൻ അവരെ ആ രൂപത്തിൽ എടുത്തു പറഞ്ഞത്. ആ തസ്ബീഹിന് നമ്മൾ കുറച്ചെങ്കിലും സമയം കാണും. ഇത് 2ാമത്തെ സഹായിയാണ്. 3ാമത്തെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നത് ഇശാ മഗ്രിബിന്റെ ഇടയിലെ കുറഞ്ഞ സമയമല്ല. എത്രത്തോളം സമയമുണ്ടോ? മഗ്രിബ് നിസ്കരിച്ചാൽ പിന്നെ ഒരു മണിക്കൂർ ഉണ്ടാകുമോ സംശയമാണ്. ആകെ ഒരു മണിക്കൂർ 7 മിനിറ്റും 8 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ 3/4 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. സുന്നത്തോ കഴിഞ്ഞാൽ, ദിക്റോ കഴിഞ്ഞാൽ. ആ ഉള്ള സമയം ഇബാദത്തിലായി നീക്കണം. ഖുർആൻ ഓതിയിട്ടും. കച്ചവടക്കാര് പിന്നെ പീടിയം പൂട്ടി പള്ളിയിൽ ഉത്തരക്കണ്ട, അവർ കച്ചവടം ചെയ്ത് ഇബാദത്താണ്. പിന്നെ ആൾക്കാർ സാധനം വാങ്ങാൻ വന്ന് സ്വീപ്പായി പോകും. അവരങ്ങനെ ചരക്കെടുത്ത് കൊടുക്കുക, ദൈവത്തിനും മിയത്തെന്ന് പറയേണ്ട, തൊള്ള കൊണ്ട് എന്തെങ്കിലും ദിക്റോ തബാറക്കെ യാസിൻ അങ്ങനെ ഊത സമയം മുതലാക്കി അവർ ചെയ്യുന്ന ഇബാദത്താണ്. സാമൂഹ്യ പ്രവർത്തനമല്ല, ഫർള് കിഫായല്ലേ കച്ചവടം, അത് മുടക്കി പോകുന്നു വേണ്ട. അല്ലാത്ത ഒരു പണിയില്ലാത്ത ആൾക്കാരില്ല, ഒരു ഗീബത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കാതെ കഴിവിന്റെ പരമാവധി ആ സമയം ഇബാദത്തിന് വേണ്ടി ചെലവഴിക്കണം. കുറഞ്ഞ നേരം അപ്പയൊന്നും ഇല്ലാതെ ഓതാനുള്ളത് ഓതി ഔറാദൊക്കെ ചൊല്ലി നല്ല ആ ടൈം അങ്ങോട്ട് മുതലാക്കുക. ഇശാ കഴിഞ്ഞാലോ തർക്കുൻ കലാമൻ ബഅദ ദാലിക ഗാഫില, കാര്യമില്ലാതെ അശ്രദ്ധനായിട്ട് ഇശാന്റെ ശേഷം സംസാരിക്കുന്നത് ഒഴിവാക്കുക. നമ്മളിപ്പോ ഇശാന്റെ ശേഷം സംസാരിക്കുന്നത് പക്ഷെ ഇത് കാര്യം ഉണ്ടായിട്ടാണ്. വീട്ടിൽ ഒരു അതിഥി വന്നു, നമ്മൾ ആ വീട്ടിൽ വന്നപ്പോ ഇശാന്റെ സമയത്താണ് അതിഥി വന്നത്. അപ്പൊ അയാളോട് ഭക്ഷണം കഴിക്കില്ലെന്ന് ഭക്ഷണം കൊടുത്തു. അതിഥിക്ക് വേഗം ഭക്ഷണം കൊടുത്ത് കുറച്ചു നേരം അവിടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കണം. അത് സുന്നത്താണ്. അതിഥിന്റെ മനസ്സിനെ നമ്മൾ സന്തോഷിപ്പിക്കുന്ന വലിയ സുന്നത്താണ്. ഇങ്ങനെയുണ്ട് മൂത്തമ്മാന്റെ വർത്താനൊക്കെ. മൂത്തമ്മാക്ക് സുഖാണ്, ഇന്നലെ ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു. ചെറിയ ഒരു അളവ് കൂടുതലുണ്ട്, സുഖായിക്കോളും, വലിയ ക്ഷീണമൊന്നുമില്ല, എന്നാലും റാഹത്താണ്. ഇതൊക്കെ നമ്മൾ ആ സമയത്ത് ചോദിച്ചറിയുന്ന വിവരങ്ങള് സുന്നത്താണ്. നമ്മളെ കുടുംബക്കാരനാ വന്നത്, അയാളോട് കുറച്ചെങ്കിലും നേരം സംസാരിക്കുന്നത് അത് സുന്നത്താണ്. ഉറങ്ങുന്നതിന് മുമ്പ് ഭാര്യനോട് അല്പനേരം സംസാരിക്കുന്നത് അത് സുന്നത്താണ്. വേഗം പോയിട്ട് അങ്ങ് ഉറങ്ങിയാ പോരാ, വേഗം പോയിട്ട് അവനാനെ വികാരം നിർവഹിച്ചാലും പോരാ, അതും തെറ്റാ. വികാര നിർവഹണത്തിന്റെ മുമ്പ് മനസ്സ് സന്തോഷിപ്പിക്കുന്ന വർത്തമാനങ്ങൾ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബന്ധപ്പെടാൻ ഉദ്ദേശിച്ചാൽ നല്ല സംസാരം, അതുപോലെ തന്നെ നല്ല സമ്പർക്കം, നല്ല ഇണചേരൽ,
ഒരു നിർബന്ധത്തിന് വഴങ്ങിയിട്ടുള്ള രൂപമോ ഒരു വിഷമിപ്പിച്ചുകൊണ്ടുള്ള രൂപമോ അല്ലെങ്കിൽ ഇണക്ക് താല്പര്യമില്ലാത്ത രൂപമോ ഒന്നും ഒരിക്കലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ കഴിയില്ല. അങ്ങനെ നല്ല സംസാരം, നുണ പറയാൻ പാടില്ല, നല്ല സംസാരിക്കുക, അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം, അവർക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ കേൾക്കുക, അതിന് പരിഹാരം നിർദ്ദേശിക്കുക, മനസ്സിന് നല്ല തണുപ്പ് കൊടുക്കുക, നല്ല സന്തോഷം കൊടുക്കുക. കുട്ടികളെ വിഷയങ്ങളൊന്നും പകലറിയാത്തവരാകും രാത്രി ചോദിച്ചറിയാം. അങ്ങനൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊക്കെ സുന്നത്താണ്. അതല്ലാതെ വെറുതെ വടായും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. അങ്ങനെയുണ്ട്. എന്നേ വന്ന് ഞാൻ ഇന്നലെ വന്നതാ, ഇനിയിപ്പോ ഒരു മാസം നമുക്ക് ഇങ്ങനെ വർത്താനം പറയാം. രാത്രി ചില ആൾക്കാർ കണ്ടില്ല വർത്താനം അങ്ങനെ പറയും, ഓരോ വിശേഷങ്ങളും പഴയ കാലത്തുള്ള പറഞ്ഞു തന്നെ പിന്നെയും പറയുന്നത് വേറെ ഒന്നുമല്ല. ഇങ്ങനെ പറയും 12 മണിയാ നമ്മൾ ഒരു കട്ടൻ ചായ ഒരു ആംപ്ലേറ്റും കഴിക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഇരിക്കാണ് ഇവര് 3 മണിക്കാ വരെ പോകുന്നത്. 3 മണിക്ക് പോയി ഇറങ്ങിയാൽ പിന്നെ സുബഹിക്ക് എണീക്കാൻ കഴിയൂല. കണ്ടില്ലേ നിങ്ങൾ രാത്രിയൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ, ആരോഗ്യമുള്ള ചെറുപ്പക്കാർ ശരീരത്തെ ക്ഷീണിപ്പിച്ചുകൊണ്ട് കളിക്കുന്നത്, അവർക്കുണ്ടോ സുബഹിക്ക് എണീക്കാൻ കഴിയുന്നത്? എത്ര ക്ഷീണം വരുത്തിയിട്ടാണ് അവർ പോയി കിടന്നുറങ്ങിയിട്ട് ആ ശരീരത്തിന്റെ ക്ഷീണം മാറുന്നത് സൂര്യൻ ഉദിക്കുന്ന നേരത്തൊക്കെയാണ്. അതുകൊണ്ട് നഷ്ടം എന്താ? തഹജ്ജുദ് എന്നല്ല, സുബ്ഹി വരെ കിട്ടാത്ത ആൾക്കാരല്ലേ ബഹുഭൂരിപക്ഷം ആളുകള്. സുബ്ഹി നിസ്കരിക്കാത്ത ഒരൊറ്റ കുട്ടി നമ്മളെ പുരയിലുണ്ടായാല് നമ്മളിങ്ങനെ കുറെ വർക്കത്തിനും തോർന്നിട്ട് നേർച്ചയാക്കിയിട്ടൊന്നും കാര്യമില്ല. ആദ്യം അവിടെ ശരിയാക്കാൻ നല്ലത്, അതാദ്യം ക്ലിയർ ആക്കുക. അതിന് വേണ്ട പണി ആദ്യം നമ്മൾ എടുക്കുക. അതിന് പൊന്ന് പറിച്ചു കൊണ്ടുവന്നിട്ട് കീശയിലിട്ട് തരുന്ന മോനാണെങ്കിലും ശരി, അതിന് നല്ല നിർദ്ദേശം കൊടുക്കുക, നല്ല ഉപദേശം കൊടുക്കുക. ദുനിയാവിനോടുള്ള വിരക്തിയൊക്കെ കുറച്ച് ഓനെ പൊന്നിലേക്കും കീശയിലേക്കും നോക്കാതെ ഓനെ ഉപദേശിക്കുക. എന്നിട്ട് സുബഹി നിസ്കരിച്ച് കണ്ടിട്ട് വാപ്പാക്കുന്നത് കണ്ട് കുറച്ച് സന്തോഷിച്ചിട്ട് മരിക്കണം എന്ന് പറയാം. അപ്പോൾ നന്നായിക്കോളും. ഉമ്മാക്കത് കണ്ടിട്ടൊരു സന്തോഷം കണ്ടാണ്, എന്റെ മനസ്സിലെ സന്തോഷമല്ല എന്റെ സന്തോഷം, എന്നുവെച്ചാൽ സുബഹി ഒന്ന് ഖളാ ആകാതെ നിസ്കരിക്കുന്ന ഒരു 10 കൊല്ലം കണ്ടിട്ടൊന്ന് സന്തോഷിക്കണം എന്ന് പറയാം. അങ്ങനെ ചാലുവായി കിട്ടിയ പിന്നെ ഏതായാലും മുടങ്ങൂലല്ലോ. അങ്ങനെ നല്ല ഉപദേശം നിർദ്ദേശം കൊടുത്തിട്ട് അതിൽ പിടിച്ചിരുത്തണം. അതിന്റെ കാലമാണ് ഇപ്പൊ. നിങ്ങൾ നോക്ക്, എത്ര ആളുകളാ, എത്ര നല്ല ചോരത്തിളപ്പുള്ള നമ്മുടെ യുവാക്കൾ കരളിന്റെ കഷ്ണങ്ങൾ 2 മണിക്കും 3 മണിക്കൊക്കെ ദീനിന്റെ ഒരു ഖിദ്മത്തിന് വേണ്ടി ഒരു പോസ്റ്റ് ഒട്ടിക്കുക, മറ്റൊന്നല്ല പരിപാടി. കഠിനാധ്വാനം ചെയ്ത് അവിടെങ്കിലും എവിടെയെങ്കിലും തട്ടിയിട്ടോ മുട്ടിയിട്ടോ ഉളുക്കിയിട്ടോ പരിക്ക് പറ്റിയിട്ടോ മുറിയായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. ക്ഷീണിച്ച് അവരൊന്ന് പോയി ഒരു അരമണിക്കൂർ കൊണ്ട് കുളിച്ചാലും ഈ ക്ഷീണം മാറൂല. പിന്നെ അവരെ കിടത്തം കടന്നാൽ അവരെ ശരീരം പൊന്തിക്കാൻ കഴിയൂല. 8 മണിക്ക് 9 മണിക്കാണ് അവർ ബെഡിൽ നിന്ന് എണീക്കുന്നത്. രാത്രി ഏത് സമരമുഖത്തിലായിരുന്നു അവർ? എന്തിനു വേണ്ടിയായിരുന്നു കഠിനാധ്വാനം? എന്തായിരുന്നു അതിന്റെ പിന്നിലെ ലക്ഷ്യം? അതേ സംസാരിച്ചിരിക്കുന്നത് പോലും വേണ്ടാന്ന് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞത് ആഖിറത്തിലേക്കുള്ള നിധിയായ തഹജ്ജുദ് മുടങ്ങാതിരിക്കാനാണ്. ഇവിടെ തന്നെ മഹാനവറുകൾ പറയുന്നുണ്ട്, ഈ തഹജ്ജുദ് നിസ്കാരം നിനക്ക് നഷ്ടപ്പെടുന്നത് പറഞ്ഞു തരട്ടെ. വയഫൂതു ഹാദാ ബിഹ്തിമാമിക ബിൽ കസീർ വയഫൂതു ഹാദാ ബിൽ കസീരി മിൻ ഇഹ്തിമാമിക ബിദ്ദുനാ വസ്തിഗാലിക ഗാഫിലാ. ദുനിയാവിനെ അമിതമായി പരിഗണിച്ചാൽ, ദുനിയാവിനെ അമിതമായി ശ്രദ്ധിച്ച് അതിൽ ടെൻഷനോ അതിൽ അമിത സന്തോഷമോ വന്നാൽ തഹജ്ജുദ് നഷ്ടപ്പെടും. ഒരു ദിവസം നീ രാത്രി നിന്റെ ലെവല് കൂട്ടി നോക്കി, നിന്റെ കച്ചവടത്തിന്റെ കണക്ക്, നല്ല ലാഭം കിട്ടിയപ്പോ നിനക്ക് പെരുത്ത് സന്തോഷം വന്നു. ആ സന്തോഷം കൊണ്ട് നിനക്ക് ആരോടൊക്കെ അത് പറയണമെന്ന് നിനക്ക് നിർവചിക്കാനൊന്നും കഴിയുന്നില്ല. ദുനിയാവ് കൊണ്ട് വല്ലാത്ത ഒരു പരിഗണനയും സന്തോഷവും വന്നു. പിറ്റത്തെ ദിവസം കുറച്ചങ്ങ് കുറഞ്ഞപ്പോ ടെൻഷൻ അടിച്ചിട്ട് നിനക്ക് കരച്ചിൽ വരെ വന്നുപോയി. ഈ രണ്ടവസ്ഥ കൊണ്ടും ഇത് നഷ്ടപ്പെടും കേട്ടോ. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഇതേപോലെ തന്നെ അവയവങ്ങളെ ക്ഷീണിപ്പിച്ചാലും, അതേപോലെ തന്നെ വയറ് നിറയെ ഭക്ഷണം കഴിച്ചാലും തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോകും. പാകത്തിന് ഭക്ഷണം കഴിക്കണം. കഴിയുമെങ്കിൽ രാത്രി ഭക്ഷണം കഴിക്കേണ്ടത് ഇശാഇന്റെ മുമ്പാണ്. ഹദീസിൽ പറഞ്ഞു, അൽ അശാഉ ഖബിലൽ ഇശാ. നമ്മൾ 10 മണിക്ക് 12 മണിക്ക് ആ ശൈലിയൊക്കെ ഒഴിവാക്കണം. ആരോഗ്യം സംരക്ഷിക്കുക ഇസ്ലാമിന്റെ ഏറ്റവും മുഖ്യ ലക്ഷ്യമാണ്. വീട്ടിൽ കഴിയുന്ന ഉമ്മമാരെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് നല്ല ആഫിയത്ത് വേണ്ടേ? 60-ലും 70-ലൊന്നും ഒരു കുഴപ്പമില്ലാത്ത നല്ല ആഫിയത്ത്. രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കാം.
ഉറങ്ങുന്ന സമയത്ത് നല്ല ദഹിച്ച ശരീരത്തോടുകൂടെ കനവും കട്ടിയും ഇതൊക്കെ കൂടി ഇങ്ങനെ കഴിച്ചിട്ട് പട്ടാളപ്പള്ളിന്റെ മിഹ്റാ പോലത്തെ ഒരു പള്ളിക്കായിട്ട് ഇങ്ങനെ ഉറങ്ങുമ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞാൽ ഓന്റെ കൂർക്കം വലുകൊണ്ട് അപ്പുറത്തെ റൂമിലാക്കും ഉറക്കം വരൂല, ഇപ്പുറത്തെ റൂമിലാക്കും ഉറക്കം വരൂല. നടുവിലുണ്ടൊരു കുട്ടി ഇങ്ങനെ, ആ കുട്ടി കരച്ചിലോട് കരച്ചിൽ എത്ര ആയത്തിനെ കുറിച്ച് എഴുതിയിട്ട് മാറുന്നില്ല. കുട്ടി പേടിച്ചിട്ട് കൂർക്കം വലിയായിട്ട് പേടിച്ചിട്ടാണ് ആ കുട്ടി കരയണത്. ഈ വലിയ വലി വരാൻ കാരണം സുബ്ഹാനല്ലാഹ് 5 ടയറും 5 ചപ്പാത്തിയും 11 നൂൽപുട്ടും 12 പത്തിരിയും ഒക്കെ കൂടി കഴിച്ചാൽ പിന്നെ പേടിയായി പോകൂലേ? അതുകൊണ്ട് രാത്രി ലിമിറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കും. കഴിയോ നിങ്ങൾക്ക് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാൻ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നും വരാതെ സൂക്ഷിക്കാൻ രാത്രി ഭക്ഷണം നല്ലോണം നിയന്ത്രിക്കാന്ന് പറഞ്ഞാൽ രാത്രി ചപ്പാത്തി 18 കഴിക്കാന്നല്ല, സമയം പരിഗണിക്കണം. കഴിവിന്റെ പരമാവധി ഇശാഇന്റെ മുമ്പുള്ള ടൈമിൽ രാത്രി ഭക്ഷണം കഴിച്ചു. പിന്നെ നിങ്ങൾക്ക് ഉറങ്ങുന്ന നേരത്തൊക്കെ 1-2 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച്, കുറച്ചൊക്കെ വെള്ളം കുടിച്ചാൽ ഒരു ഫുള്ളായി തോന്നുമല്ലോ, അങ്ങനെ അങ്ങോട്ട്. ഈ വെള്ളം ശരീരത്തിന് എനർജിയാണ്. വെള്ളം കുറച്ചുള്ളത് കൊണ്ട് കുഴപ്പമൊന്നും വരൂല, വെള്ളം കുടിച്ചിട്ട് കുഴപ്പമൊന്നും വരില്ല. അതേ സമയത്ത് നല്ല ഖനവും കട്ടിയുള്ളത് ഉള്ളിലുണ്ടെങ്കിൽ ദഹിക്കാൻ കുറച്ച് പ്രയാസമാണ്. നമ്മൾ ഈ കഴിച്ച ഖനവും കട്ടിയുള്ളത് ദഹിക്കുന്ന എപ്പോഴാണ് നമ്മൾ എണീക്കേണ്ട അത്താഴത്തിന്റെ സമയത്ത് അതങ്ങനെ കറങ്ങി. കാരണം ജോലിയൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ മെഷീൻ അങ്ങനെ വർക്ക് ചെയ്യണ്ടേ. അതും ചില ആൾക്കാർ കമ്മിറ്റി വെച്ചിട്ടാണെങ്കിൽ അതിന്റെ വർക്കിംഗ് കുറയും ചെയ്യും. നേർക്ക് നേരല്ലല്ലോ അത്, ചിലപ്പം ചെരിഞ്ഞിട്ടും മഞ്ഞിട്ടൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ വർക്കിംഗ് കുറയും, ഉള്ളിലുള്ള മെഷീന്റെ വർക്കിംഗ് കുറയും. വർക്കിംഗ് ഇങ്ങനെ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നല്ല ഉറക്കം വരും. ആ ഉറക്കം വരുന്ന സമയത്താണ് നമുക്ക് എണീക്കേണ്ടത്. അപ്പൊ ഇതിന് കഴിയൂല. അതാണ് നഷ്ടപ്പെടുന്ന പറയാൻ കാരണം. അല്ല, നിങ്ങൾ ആരോ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ഇമാമിങ്ങൾക്ക് എതിർപ്പുണ്ടായിട്ടല്ല. അവർ ഈ സന്ദർഭം ഇതിങ്ങനെ വിശദീകരിച്ചിരുന്ന നമുക്കുള്ള സുഖം നഷ്ടപ്പെടാൻ എഴുതിയിട്ടാണ്. ആരോഗ്യം സൂക്ഷിക്കണം. ആരോഗ്യം സൂക്ഷിക്കാൻ ഏറ്റവും വേണ്ട അതാണ്. അതുകൊണ്ടാണല്ലോ ഇസ്ലാം ഭക്ഷണത്തിന്റെ ആരോഗ്യം പറഞ്ഞപ്പോ എല്ലാവർക്കും 2 എണ്ണം അറിയും. ഞാൻ ഞങ്ങൾ ബാക്കി ഓതും കുലു അടാ അല്ല, ഞാൻ എന്റെ അപ്പുറം ഓതിയാൽ അടാരും ഹനിയാമിമാകുന്നു താമലൂന്നോ ഇസ്ലാമിൽ ആരോഗ്യശാസ്ത്രം ഉണ്ടോന്ന് ചോദിച്ചു. ഹാറൂൺ റഷീദിനോട് ചോദിച്ചു, ഇസ്ലാം ഖുർആനിൽ ആരോഗ്യശാസ്ത്രം ഉണ്ടോന്ന് ചോദിച്ചു. ഹാറൂൺ റഷീദ് ഇങ്ങനെ ചിന്തിച്ചിട്ട് ഒരു പണ്ഡിതനെ വിളിക്കുന്നു, ഒരു ആലിമയെ വിളിച്ചിട്ട് ഖുർആനിൽ ആരോഗ്യശാസ്ത്രം ഉണ്ടോ? ആരോഗ്യത്തിന് ഖുർആൻ വെച്ച ഒറ്റമൂലി പോലത്തെ ഒരു സിദ്ധാന്തവും ഒരു മതക്കാരും പഠിപ്പിച്ച് കാണൂലെന്ന്. അപ്പൊ അപ്പുറത്തിരിക്കണ ആ മനുഷ്യൻ, അയാൾ മുസ്ലിം അല്ല. അയാളിങ്ങനെ നോക്കി ആലിം എന്താ പറയുന്നത്? അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ ഭക്ഷിക്കണം, നിങ്ങൾ കുടിക്കണം, വലാ തുസ്രിഫു, അമിതമാകരുത്. രണ്ടും, കുടിക്കുന്നതും ഭുജിക്കുന്നതും അമിതമാകരുത്, പാകത്തിനാകണം. അല്ലേ? ഭക്ഷണത്തിൽ നമുക്ക് തരുന്ന കറിയില് മുളക് ഏറാൻ പറ്റും, മല്ലിപ്പൊടി ഏറാൻ പറ്റും, ഉപ്പ് ഏറാൻ പറ്റും. വലാ തുസ്രിഫു, അതും പാകത്തിനല്ലേ? കഴിക്കുന്നതും പാകത്തിനാകണം. ആര് എത്ര നല്ല സൽക്കാരം ഉണ്ടാക്കിയാലും പള്ള നമ്മളതാന്നുള്ള ഓർമ്മ വേണമെന്നർത്ഥം. അവിടെ ഒരു കല്യാണപ്പരുണ്ട്, അവിടെ പോകണം. അപ്പുറത്തൊരു കല്യാണപ്പരുണ്ട്, അവിടെയും പോകണം. 3 കല്യാണത്തിന് വിളിച്ചു. 3നും പോകണം എന്നാ ഇസ്ലാമിന്റെ സിദ്ധാന്തം. പക്ഷെ 3നും 3 ചെമ്പും കാലിയാക്കരുത് എന്നുള്ളതും കൂടി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്ന മഹാവില്ലന്മാര് ഇവിടെ പോയി നോക്കുമ്പോ അവിടെ ആട് കുറുമയും നെയ്ച്ചോറാണ്. എങ്ങനെ പഠിച്ചത് ഒഴിവാക്കി? ഇത് കഴിഞ്ഞല്ലോ എപ്പോഴും കിട്ടിയതാണ്. ആട് കുറുമയും നെയ്ച്ചോറും നന്നായി അടിച്ചു. ഒരു അരമണിക്കൂർ ഇങ്ങനെ മൂപ്പര് എക്സസൈസ് ഒക്കെ എടുത്ത് ഈ അങ്ങാടിയിലൊക്കെ വന്ന് നല്ല ഒരു സോഡ വാങ്ങി കുടിച്ചിട്ട് പതുക്കെ വണ്ടിയിൽ അവിടെ എത്തി നോക്കുമ്പോ ഇങ്ങ് കേൾക്കണോ, അവിടെ നല്ല കോഴി പൊള്ളിച്ചതാ കാണുന്നത്, ചുട്ടതല്ല പൊള്ളിച്ചത്. പടച്ചോനെ അറബ്, ഇതെങ്ങനെ കഴിക്കാതെ പോകാം? അവിടുന്ന് പിന്നെയും കഴിച്ചു. 3ാമത്തെ സ്ഥലത്ത് പോയി നോക്കുമ്പോ അവിടെ ആടിങ്ങനെ ഓരോ പീസാക്കിയിട്ട് വേവിച്ചിങ്ങനെ ഓരോ കൊടുന്നിങ്ങനെ വെച്ചിരിക്കാം. എങ്ങനെ ഇത് കഴിക്കാതെ പോകും? നാളെ അത് കിട്ടില്ല. അതും കഴിച്ചു. ഈ 3 സ്ഥലത്തും കൂടി മൂപ്പരാക്ക കഴിച്ചത് 3 രാത്രിയിലെ ഭക്ഷണമാണ്. ഒറ്റ രാത്രിയിലെ 1.5 മണിക്കൂറിനിടയിൽ കഴിച്ചത്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ എത്ര വലിയ അപകടകരമാണെന്നറിയത്. അവിടെയാണ് മുസാലിമാവതങ്ങളെ പോലത്തെ മഹാന്മാർ അദബ് പറഞ്ഞു, എല്ലാ കല്യാണത്തിനും നീ പോയിക്കോ, നിന്റെ പള്ളയെ നീ എങ്ങനെ ഭാഗിച്ചോ, നീ രാത്രിയൊക്കെ കഴിക്കുന്ന ഭക്ഷണം 3 സ്ഥലത്തും കൂടി, കാരണം വിളിച്ച അതിഥിക്കൊരു സന്തോഷം വേണമല്ലോ, അതിന് നീ ചെല്ലുമ്പോ ഒരു പിടി നീ അവിടുന്ന് എടുത്ത് അതിന് പാകമായ, അവർക്കൊരു സന്തോഷം, നീ പോകുന്നതുകൊണ്ട് അവർക്കൊരു ഗുണം കിട്ടണ്ടേ, കുറച്ച് ഭക്ഷണം അവിടുന്ന് കഴിച്ചു. 2ാമത്തെ സ്ഥലത്തെത്തിയപ്പോ വെള്ളം ഇവിടുന്ന് കുടിച്ചു. 2ാം സ്ഥലത്തെത്തിയപ്പോ വെള്ളം കഴിച്ചു, കുറച്ചും കൂടി കഴിച്ചു. 3ാമത്തെ സ്ഥലത്തെത്തിയപ്പോ വെള്ളം കുടിച്ചു, കുറച്ചുകൂടി കഴിച്ചു. ഈ 3 സ്ഥലത്തും കൂടി നീ കഴിച്ചത് രാത്രി സാധാ കഴിക്കുന്ന അളവിലായിട്ടുള്ളൂ. അങ്ങനെ കഴിക്കേണ്ടത്.
ഉച്ചക്കൊക്കെ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും ഇനി ഇവിടുന്ന് കണ്ട ഏപ്രിൽ മെയ്യിൽ തീരെ അസറുസ്കാരൊക്കെ ആ തൃത്തീപായി കിട്ടുന്നത് പരാണ്. കാരണം സ്കൂളില്ലാത്തതുകൊണ്ട് ഫുൾ ദിവസം കല്യാണമാകുമ്പോൾ അങ്ങനെ കുടിച്ച് കഴിച്ചിങ്ങനെ ദമ്മാക്കി വന്നിട്ട് ഒരു പത്രത്തിന്റെ ഒരു കഷ്ണം എടുത്ത് റൂമിൽ അങ്ങനെ അങ്ങോട്ട് കിടക്കും ഫാനൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇങ്ങനെ കണ്ണ് തുറക്കുമ്പോ തന്നെ 5:30. അല്ലാ 5:30 ബാങ്ക് കൊടുക്കുമ്പോ എന്തേ വിളിക്കാരുന്ന്? ബാങ്ക് കൊടുക്കുമ്പോ ഞാനായിട്ടാണ്, വേറെ ആരെങ്കിലും നിങ്ങളെ വിളിക്കൂല. അന്തേ നിങ്ങളെ 4 വട്ടം വിളിച്ചു, നിങ്ങൾക്ക് വല്ല പ്രതികരണവും വേണ്ടേ? വിളിച്ച് ഞാൻ വല്ലതും പ്രതികരിക്കുകയാണെങ്കിലല്ലേ പിന്നെ വിളിച്ചിട്ട് കാര്യമുള്ളൂ. ഞാനൊക്കെ വിളിച്ചപ്പോ നിങ്ങൾ ഇങ്ങനെ കാണിച്ചു, കണ്ണോട് രണ്ടാമത് വിളിച്ചപ്പോൾ ഇങ്ങനെ കാണിച്ചു, എണീക്കാൻ പോലും കഴിക്കണില്ല. അപ്പൊ എന്താ സംഗതി? ഹൗസ്ഫുള്ളാ. ഈ ഹൗസ്ഫുള്ളായത് കുറച്ചെങ്കിലും ഒന്ന് ദഹിച്ച് കണ്ണു തുറക്കാനാണ് 2.5 മണിക്ക് ബെഡിൽ കിടന്ന മനുഷ്യൻ 5:30 എഴുന്നേറ്റത്. നമ്മളെ ശരീരത്തിന് നമ്മളല്ലേ ആരോഗ്യക്കേട് വരുത്തുന്നത്? എത്ര വലിയ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് രാത്രി ഭക്ഷണം നിയന്ത്രിക്കണം. പള്ള ഫുള്ളാക്കിയാൽ തഹജ്ജുദ് നഷ്ടപ്പെടും. കഴിവിന്റെ പരമാവധി. നിങ്ങളിങ്ങനെ ആലോചിക്കും, ഉസ്താദെ നിങ്ങളിപ്പോൾ എത്ര കഴിച്ചു? ഞാൻ എന്നും ഒരു അളവിനെ കഴിക്കണം, അതിലധികം കഴിക്കാൻ കഴിയൂല. ആ അളവിന് അധികം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പ്രസവിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അത് ഭയങ്കര ക്ഷീണ. രാവിലെ എണീക്കുമ്പോൾ ഞാനിത് അനുഭവിച്ചുകൊണ്ടല്ലേ നിങ്ങളോട് പറഞ്ഞു, രാത്രി നേരത്തെ ഭക്ഷണം കഴിച്ച് രാവിലെ എണീക്കുമ്പോൾ കനല്ലെങ്കിൽ നല്ല സുഖാണ്. ആ ഉറക്കിനും ഒരു സുഖാണ്, എഴുന്നേൽക്കിനും സുഖാണ്. മറ്റേന്ന് ചില ആൾക്കാർ എഴുന്നേറ്റിട്ട് പോലും ഇങ്ങനെ സുബൈ പോകാനുള്ള സുബൈ നിസ്കരിക്കുന്നത് അതീവ താല്പര്യമുള്ള പോലെ എഴുന്നേറ്റിട്ട് പോലും ഇങ്ങനെ കൈയിട്ടിരിങ്ങനെ സൊഫുന്നൊക്കെ ഇങ്ങനെ മറ്റേ ആളെ ഒരു മുട്ടും ഇയാളെ ഒന്ന് മുട്ടും. അപ്പൊ അപ്പുറത്തുള്ള ആള് മുട്ടും. എന്താ ഈ ചങ്ങായി നിന്നു പറക. അത്തഹിയാത്തിന് പോയപ്പോഴും മൂപ്പരിങ്ങനെ ഇക്കറ് ഭയങ്കര ചെല്ലല്. ഒരത്തഹിയാത്തുമില്ല, ഒരു ഫാത്തിഹയില്ല. അങ്ങനെ നിസ്കരിച്ചിട്ട് എന്താ? വഫലാമാർ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ചിലരങ്ങനെ എണീറ്റ് നിർബന്ധിതമായിട്ട് ശരീരത്തെ ഇതാക്കിയിട്ട് വരും. പക്ഷെ അത് ആ ശരീരത്തിന് സത്യത്തിൽ ശരീരത്തിന് കൊടുക്കുന്ന ഒരു പ്രാക്ടീസ് അല്ലത്, ആ ശരീരത്തിന് കൊടുക്കുന്ന ഒരു ബലാത്കാര നിയമമാണത്, ഒരു നിർബന്ധ നിയമമാണ്. അതിന് കൂടുതൽ സൗന്ദര്യം ഉണ്ടാകൂല. നമ്മൾ ഈ വകുപ്പിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് പ്രേരിപ്പിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ നാട്ടിലല്ലേ ഈ 4 നേരം 5 നേരമൊക്കെ ഭക്ഷണമുള്ളൂ. പുറത്തെവിടെയെങ്കിലും ഉണ്ടോ? പുറത്തൊക്കെ ബുക്ര ആശയല്ലേ ഉള്ളൂ, അല്ലേ? സ്വർഗത്തിലെ ഭക്ഷണം ബുക്ര ആശയ എന്ന് പറഞ്ഞപ്പോ ഒരാളിങ്ങനെ ചോദിച്ചു, പടച്ചോനെ ഞാൻ ഗൾഫിൽ നിന്നെങ്കിലും വിചാരിച്ചു സ്വർഗത്ത് ഫുള്ളായി തിന്ന, അവിടെ ഉസ്താദെ ബുക്ര ആശയുള്ളൂ. സ്വർഗത്തിലെ ബുക്ര ആശയന്റെ അർത്ഥം മാറ്റണ്ട്. സ്വർഗത്തിൽ ബുക്ര ആശയ എന്ന് പറഞ്ഞാൽ 2 ടൈമിൽ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാണ്. ഖുർആന്റെ ഒരു ശൈലി അങ്ങനെയാണ്. ബുക്രത്തം വാശിയ വലഹും റിസ്ഖുഹും ഫീഹാ ബുക്രത്തം വാശിയ. രാവിലെ ടൈം ഭക്ഷണം, പിന്നെ അങ്ങനെ പൈസ നടന്ന് പിന്നെ വൈകുന്നേരം ഭക്ഷണം എന്നല്ല, പിന്നെ 2 ടൈം എന്ന് ഭാഗിച്ച് പറഞ്ഞത് പകലും ഉണ്ട് രാത്രിയുണ്ട്. ഭക്ഷണം ഇഷ്ടം പോലെ അവിടെ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അല്ല 2 ടൈമിൽ അളന്ന് കൊടുക്കുന്നല്ല. ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട അളവ് പറഞ്ഞപ്പോഴും സത്യത്തിൽ ഭക്ഷണത്തിന്റെ രീതി അങ്ങനെയാണ്. പക്ഷെ നമ്മളെ നാട്ടുകാരത് കുറച്ചുകൂടി കെങ്കേമുള്ള ആൾക്കാരായതുകൊണ്ട് നിയന്ത്രിക്കണം. കാരണം രാവിലെ കഴിക്കുന്ന ആ ലഘു എന്ന് പറഞ്ഞ തന്നെ അധികം ആൾക്കാർക്കും മുക്കാലാകുന്നുണ്ട്, ആരൊന്നല്ല. കാരണം എത്ര വലുപ്പമുള്ള ഒരു കടിയാണ് ആ 2 ഗ്ലാസ് ചായന്റെ കൂടെ രാവിലെ. ആ കടിയുടെ കനം കൂട്ടി നോക്കുമ്പോൾ തന്നെ 1/2 കിലോ ഉണ്ട്. കാരണം ആ അങ്ങനെ പൊളന്നു നിൽക്കുന്ന ആ ഒരു സാധനല്ലേ, ഒരു മൈദന്റെ ഒരു ബോണ്ട, ഒരു ഉണ്ട, അതൊക്കെ അത് കഴിക്കുമ്പോൾ തന്നെ ഏകദേശമൊക്കെ ആയി. പിന്നെ രാവിലെ നാസ്ത കഴിക്കുമ്പോൾ ചിലർ പറയും രാവിലെ കഴിക്കുമ്പോൾ രാജാവിനെ പോലെ കഴിക്കണം. ഉച്ചക്ക് ഓല കൂടെ ഇരുന്നവരും ഉച്ചയൂണ് ഉത്തമമായി കഴിക്കണം എന്ന് പറയും. പിന്നെ എപ്പോഴാ അതിന് കുറവ്? രാത്രിയാകുമ്പോൾ നമ്മളെ ജീവൻ ഏറ്റവും കൂടുതൽ രക്ഷിക്കുന്നതാണ്. അപ്പൊ രാത്രി നന്നായി കഴിക്കണം. എപ്പോഴെങ്കിലും ഒന്ന് കുറവുണ്ടോ? ഇപ്പൊ 3 നേരത്തിലും 3 ഭാഷ പോലും പറഞ്ഞില്ല. അത് അവനവന്റെ പള്ള പറയിപ്പിച്ചതാണ്. നീ ഇഷ്ടം പോലെ പറഞ്ഞു എന്നാലേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാനൊരു തമാശക്ക് പറഞ്ഞതല്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നഷ്ടപ്പെടുന്ന കാര്യം പറഞ്ഞ് 3 എണ്ണമാണ്. ഒന്ന്, ദുനിയാവിന്റെ കാര്യത്തിൽ വരുന്ന ടെൻഷൻ, ദുനിയാവിന്റെ കാര്യത്തിൽ വരുന്ന തീവ്രമായ സന്തോഷം, അതുകൊണ്ട് നഷ്ടപ്പെടും. രണ്ടാമത്തത്, അവയവങ്ങൾ ക്ഷീണിപ്പിച്ചു. നീ അവയവം ക്ഷീണിപ്പിച്ച് ഇപ്പോഴത്തെ കാലത്ത് നോക്ക് നിങ്ങൾ, നമുക്ക് തഹജ്ജുദിന് വളരെ സുഖ. കാരണം പകല് സമയം 5 മണി വരെ പണിയുണ്ടോ? ഈ കഷ്ടപ്പെടുത്തുന്ന കഷ്ടപ്പാടുള്ള പണികളൊക്കെ 2 മണിയിൽ അവസാനിച്ചില്ലേ? അപ്പൊ ഒരാൾ വന്ന് ദൂരം നിസ്കരിച്ചിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ കടന്ന് ക്ഷീണം മാറ്റാൻ സമയമുണ്ട്. പിന്നെ അസറിനൊക്കെ നല്ല ഫ്രീ കിട്ടി.
മുമ്പ് അങ്ങനെയല്ല, മുമ്പ് 6 to 6 അല്ലെങ്കിൽ 6 to 8 ഇങ്ങനൊക്കെയല്ലേ പണി പോയിരുന്നത്. അതൊക്കെ മാറിയല്ലോ. അൽഹംദുലില്ലാഹ്. ഇപ്പത്ര സന്തോഷകരങ്ങൾ ശുക്ർ ചെയ്താൽ തീരൂല. അപ്പൊ അവയവങ്ങളെ രാത്രി ക്ഷീണിപ്പിച്ചാൽ ഇത് കിട്ടൂല, ഇത് മുടങ്ങിപ്പോകും. അതുകൊണ്ട് പാകത്തിന്റെ ക്ഷീണേ നമുക്കിപ്പോ പകല് വരുന്നുള്ളൂ ഡ്യൂട്ടി എടുക്കുന്നവർക്ക്. സഹോദരങ്ങളെ, അതേപോലെ തന്നെ രാത്രി വയറ് നിറയെ ഭക്ഷണം കഴിച്ചാലും മുടങ്ങിപ്പോകും. അപ്പൊ സഹായിക്കേണ്ട കാര്യങ്ങളും സ്വീകരിക്കണം, നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണം. അങ്ങനെ വിശ്വാസികളുടെ രാവ് സുഭദ്രമാകണം, നല്ല സന്തോഷകരമാകണം. മഹാന്മാരൊക്കെ വലിയ ഉപകാരം പോലെ കണ്ടൊരു വിഷയം ഇതാണ്. വലിയ വലിയാണല്ലോ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ജുനൈദുൽ ബഗ്ദാദി തങ്ങളോട് മരണത്തിന്റെ ശേഷം മഹാനവറുകളെ ദർശിച്ച ശിഷ്യൻ ചോദിച്ചു, അല്ല ഉസ്താദേ, എങ്ങനെയൊക്കെയുണ്ട് വർത്തമാനം? ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ വലിയ വാഗ്വിലാസമുള്ള പ്രഭാഷകനാണ്, നല്ല കിതാബ് എഴുതിയ നല്ല മഹാനാണ്. ആ മഹാനവറുകൾ പറയുന്നു, കുറെ വാക്യങ്ങൾ ഞാൻ അച്ചടിച്ചില്ലേ എഴുതിയിട്ട്, അതൊക്കെ പാറിപ്പോയി. പല സിഗ്നലുകളും എന്റെ നാവിലൂടെ നിങ്ങൾക്ക് കിട്ടിയില്ലേ, അതൊക്കെ തീർന്നുപോയി. അർദ്ധരാത്രിയിൽ നമ്മൾ നിസ്കരിച്ച ചില്ലറ നിസ്കാരമല്ലാതെ നമുക്ക് ഫലപ്പെട്ടിട്ടില്ല. വലിയ ഉപകാരം ഈ ലോകത്ത് കിട്ടിയത് അർദ്ധരാത്രിയിൽ ചെയ്ത നിസ്കാരമാണ്. അതേ തഹജ്ജുദ് നിസ്കാരമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ വിഷയത്തിൽ നമുക്ക് കുറവുണ്ടാകരുത്. കഴിവിന്റെ പരമാവധി നമ്മൾ ആ വിഷയം ശ്രമിക്കുകയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 ഭാര്യമാരെയും സുബ്ഹിക്ക് തഹജ്ജുദിന് വിളിച്ചുണർത്തുന്നതിന് പുറമെ മരുമകനും മകളും താമസിക്കുന്ന വീട്ടിൽ പോയി മുട്ടി വിളിച്ചവരെ എഴുന്നേൽപ്പിച്ച നേതാവാൻ. ഒരു ദിവസമല്ല, എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി ഭാര്യമാരെ വിളിച്ചുണർത്തുകയും, അതുപോലെ തന്നെ ഇത് റമളാനിന്റെ സ്പെഷ്യൽ അല്ല, മരുമകനും മകളും താമസിക്കുന്ന വീട് നടന്നാലെത്തുന്ന ദൂരത്താണ്, നോക്കിയാൽ കാണുന്ന സ്ഥലത്താണ്. അവിടെയും പോയി അവരെയും വിളിക്കുന്നു, എഴുന്നേൽക്കുന്നില്ലേ, നിസ്കരിക്കുന്നില്ലേ? അതുകൊണ്ട് വിശ്വാസികളുടെ രാവും പകലും പോലെ നമ്മുടെ ജീവിതവും അതേ രൂപത്തിലാക്കി ചിട്ടപ്പെടുത്തി മാറ്റിയെടുക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.